അപ്പോൾ അങ്ങനെ പലതരത്തിൽ പരിശോധിച്ച ശേഷം കോടതി പറയുകയാണ് ഈ ഒരാൾ സാക്ഷി 222 എന്ന സാക്ഷിയെ മാത്രമായി റിലേ ചെയ്യുന്നത് അൺസേഫ് ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ലക്ഷ്യയിലേക്ക് പോയി എന്ന് പറയുന്ന സാക്ഷിയുടെ മൊഴി അതിൽ റിലേ ചെയ്യുന്നത് അൺസേഫ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കോടതി ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ നമുക്കിങ്ങനെ ഒന്ന് ചുരുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, ഈ 15/11/2017 ദിലീപ് കുടുംബസമേതം ഇരുന്ന് ഈ ദൃശ്യം കണ്ടു എന്ന് പറയുന്നത്, ഈ ഭീകരമായ ഈ ദൃശ്യം കണ്ടു എന്ന് പറയുന്നത്. ആ കണ്ടു എന്ന് പറഞ്ഞ് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ പിടിച്ചെടുത്തിട്ടില്ല. 2, വീട് പരിശോധിക്കാൻ വാങ്ങിയ വാറൻറ്റ്, ഈ ദൃശ്യങ്ങൾ ഇവിടെ എത്തിച്ചു എന്ന് പറഞ്ഞ പ്രതിയുടെ വീട് പരിശോധിക്കാൻ വാങ്ങിയ വാറൻറ്റ്, കോടതിയിൽ നിന്ന് വാങ്ങിയ വാറൻറ്റ് റിട്ടേൺഡ്. 3, ഇത്ര ഗുരുതരമായ ആരോപണമായിട്ടും വീഡിയോ കൊണ്ടുവന്ന VIP എന്ന് പറഞ്ഞ ഈ ശരത്തിനെ ചോദ്യം ചെയ്തത് വളരെ വൈകിയാണ്. ഈ VIP എന്ന് പറഞ്ഞിരുന്നല്ലാതെ ഒരുപാട് കാലം വാർത്തകളിൽ VIP എന്ന് അറിഞ്ഞു നിന്നല്ലാതെ ആരാന്ന് പോലും വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ പോലീസും അതുകൊണ്ട് തന്നെ അത് ആരാന്നുള്ള പോലീസ് ഒരു നിഗമനത്തിലെത്തിയിരുന്നില്ല. ഏറ്റവും അവസാനം ഒരുപാട് കഴിഞ്ഞിട്ടാണ് അയാളുടെ മൊഴി എടുക്കുന്നത് പോലും. ആലോചിക്കണം, ഇത്ര സീരിയസ് ആയ ഒരു കാര്യം വെളിച്ചത്ത് വന്നതാണ്. എന്നിട്ട് അതിൻ്റെ അന്വേഷണത്തിനാണ് ഈ തരം അനാസ്ഥ. പിന്നീട് 4-ാമത്തെ കാര്യം, ടാബ്ലറ്റ് ഈ കൊണ്ടുവന്ന 15-ാം പ്രതിയുടേതാണോ അതോ ദിലീപിൻ്റെ തന്നെയാണോ എന്ന് പരിശോധിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ VIP വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന കാവ്യ മാധവൻ്റെ ഒരു സുഹൃത്തും സഹോദരനും, അങ്ങനെ നോക്കുമ്പോൾ അവർ സാക്ഷികളാണ്. വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരാളവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിക്കാം. അത് ആരാണെന്നോ അവരുടെ മൊഴി എടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം, ഈ ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാളല്ലാതെ അയാൾ പറയുന്ന മൊഴിയെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു ഡിജിറ്റലായിട്ടൊരു തെളിവില്ല. അയാൾ ഒരു ഓഡിയോ റെക്കോർഡുകളെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കാൻ തക്കതല്ലായിരുന്നു. ഒരു കാര്യം അതിനകത്ത് വെളിവാകാൻ തക്കവണ്ണമുള്ള ലെങ്തുള്ള വീഡിയോ ആയാലും റെക്കോർഡുകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെന്താണ് വേണ്ടിയിരുന്നത്? അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാക്ഷികൾ ഈ കാവ്യമാധവൻ്റെ സുഹൃത്തും സഹോദരൻ എന്ന് പറഞ്ഞ് അവരുടെ മൊഴി എടുക്കായിരുന്നു. അതും പോലീസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല, ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ നിഗമനം ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അത് കോടതി അവസാനം തള്ളിക്കളയാണ് ചെയ്യുന്നത്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. So, it is unsafe to rely on the sole testimony of PW 222 to arrive at a finding that accused number 15 brought the tablet computer on 15/11/2017 to the residence of accused number 8 and thereafter handed it over to the accused number 8, and the said tablet was not handed over to the investigating officer and thereby suppressed evidence. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല. അതും കൊട്ടയിൽ.